നോയ്സ് പുറത്തിറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു കിഡിലൻ ഇയർബഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ബഡ്സ് നീറോ എന്നാണ് അതിന്റെ പേര്. രണ്ട് വ്യത്യസ്ത കളേഴ്സ് നമ്മുടെ പക്കൽ അവൈലബിൾ ആണ്. ഒരുപാട് ബഡ്സ് ഇപ്പോൾ നോയ്സ് ഇങ്ങനെ പുറത്തിറക്കുന്നുണ്ട്. മറ്റ് പല ബ്രാൻഡ്സും പുറത്തിറക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അവരിങ്ങനെ മോഡൽസ് പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നല്ല ഓഫേഴ്സിൽ ഇപ്പോൾ ഇത് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ ഓഫർ ഗ്രാബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ടീഷൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു ബഡ്സിന്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽ വളരെ പെട്ടെന്ന് കാണാം. ബോക്സിന് മുകളിലായിട്ട് നോയ്സിന്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. ബഡ്സിന് നല്ലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, കുറേ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 45 hours വരെ പ്ലേ ടൈം തരുന്ന ഒരു കിഡിലൻ ബഡ്സ് ആണിത്. മാത്രമല്ല ക്വാഡ് മൈക്ക് വിത്ത് ENC ഉണ്ട്, അതുപോലെ ഹൈപ്പർസിംഗ് ടെക്നോളജി ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു വർഷത്തേക്ക് വരുമ്പോഴും നമുക്ക് കുറവ് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിറകിലോട്ട് വരുമ്പോഴും ബഡ്സിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, ബ്രാൻഡിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനൊക്കെയാണ്. ഈ ഒരു വർഷത്തായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു യൂണിറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റീറ്റെയിൽ യൂണിറ്റിൻ്റെ ആ ഒരു ഫസ്റ്റ് ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ബഡ്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. ബഡ്സ് ഈ ഒരു കളർ വേരിയൻ്റ് ആണ്. നമ്മുടെ പക്കൽ മറ്റൊരു കളർ വേരിയൻ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബഡ്സ് ഒന്ന് സൈഡിലോട്ട് വെച്ചുകൊണ്ട് ബോക്സിൽ പിന്നെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. നമുക്ക് മറ്റൊരു ചെറിയ ബോക്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് എക്സ്ട്രാ ഇയർ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ഇയർ ടിപ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇയർ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നിലവിൽ യൂസ് ചെയ്യുന്നത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റീപ്ലേസ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു ചാർജിങ് കേബിളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് കുറച്ച് എക്സ്ട്രാ പേപ്പർ ബോക്സ് ഉണ്ട്. ഇതിൽ നമുക്കൊരു താങ്ക് യു നോട്ട് കാണാനായിട്ട് പറ്റും. ഇതിൽ തന്നെ നമുക്കൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ബുക്ക് മൈ ഷോയുടെ ഒരു വൗച്ചറായിട്ട് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ഇതിൽ കാണാനായിട്ട് പറ്റും. ബഡ്സിന്റെ ഫസ്റ്റ് ലുക്ക് ഇതാണ്. നോയ്സിന്റെ ബ്രാൻഡിങ് ഇവിടെ കാണാനായിട്ട് പറ്റും. ചാർജിംഗ് ലൈറ്റ് ഇൻഡിക്കേറ്റർ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല കേസ് കേട്ടോ, നല്ല ക്വാളിറ്റി ബിൽഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ഫിംഗർ പ്രിൻ്റോ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു കേസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കേസിൻ്റെ ഓവറോൾ പെർഫോമൻസ് ഓവറോൾ ലുക്ക് പറയുകയാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. കയ്യിലൊതുങ്ങുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസൈനൊക്കെ തന്നെയാണ്. ബൾക്കി ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നുമല്ല. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ബഡ്സ് വളരെ സേഫ് ആയിട്ട് എന്താ പറയുക, വളരെ ഒരു സ്റ്റൈലൻ ലുക്കിൽ നമുക്ക് കേസിനകത്ത് ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഈ ഒരു കളർ കോംബോ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വരുന്നത്. കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ചാർജിങ് ലൈറ്റ് ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബഡ്സിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ വളരെ ഹാൻഡി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബഡ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കളർ കോംബോ മാത്രമല്ല, നമ്മുടെ പക്കൽ മറ്റൊരു കളർ വേരിയൻ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ബഡ്സ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നോയ്സിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു ബഡ്സ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ വൈറ്റ് വേരിയൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വേരിയൻ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ ഒരു കളർ വേരിയൻറ്റും സെലക്ട് ചെയ്യാവുന്നതാണ്. ഒട്ടനവധി ഡിഫറെൻറ്റ് കളേഴ്സിൽ നിങ്ങൾക്ക് ഇത് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുള്ള രണ്ട് കളേഴ്സ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ. വൈറ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, അതുപോലെ തന്നെ ഈ ഒരു കളർ നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല ഈ ഒരു കേസിൻ്റെ എന്താ പറയുക, വളരെ സ്മൂത്ത് കേട്ടോ. നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കേസാണിത്. ഇത്തരത്തിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്ന യൂണിറ്റ് എല്ലാം നല്ല ഡിസ്കൗണ്ട്സിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് എവിടെ വരുന്നത് ചോദിച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ബയോ സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓഫർ കാർട്ട് എന്ന ബ്രോഡ്കാസ്റ്റ് ചാനൽ കാണാനായിട്ട് പറ്റും. അതിൽ നമ്മൾ ഒരുപാട് ഓഫേഴ്സും ഡിസ്കൗണ്ട്സ് എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്ന സമയത്ത് അത് നല്ല ഓഫറിൽ കൊടുക്കാറുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് അവിടെയാണ് വരാറുള്ളത്. പലപ്പോഴും നമ്മളൊരു 40-50% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാലുള്ള പിന്നെ നമുക്കിതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. എനിവേ നമ്മുടെ പേജ് ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. ഒരുപാട് വാച്ചസും അതുപോലെ ബഡ്സ് എല്ലാം നമ്മൾ അത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെ ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ലിങ്ക് ട്രീ കാണാനായിട്ട് പറ്റും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അബ്ദുൾ റഷീദ് മുക്കൻ ടെക് എന്ന് സെർച്ച് ചെയ്താലും ഇൻസ്റ്റാഗ്രാം പേജ് കാണാവുന്നതാണ്. ഓഫർ കാർഡിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു ബഡ്സ് ഒന്ന് വിയർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ കംഫർട്ടബിലിറ്റി ഒന്ന് നോക്കാം. ബഡ്സ് എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, കംഫർട്ടബിൾ ആണോ എന്നൊക്കെയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ചെവിയിൽ ഞാൻ വെച്ച സമയത്ത് നല്ലപോലെ ഫേമായിട്ട് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അൺകംഫർട്ടബിലിറ്റി ഒന്നും തന്നെ ഇല്ല, നല്ലപോലെ ഫേമായിട്ട് നിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ബഡ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ മോർണിംഗ് വാക്കിനൊക്കെ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ ബഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കെയർഫുൾ ആയിരിക്കണം. എസ്പെഷ്യലി മെയിൻ റോഡിലൊക്കെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ ബഡ്സ് വിയർ ചെയ്തുകൊണ്ട് ഒരിക്കലും നടക്കരുത്. കാരണം വണ്ടിയുടെ സൗണ്ടൊന്നും കേൾക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യം കീപ്പ് ഇൻ മൈൻഡ്. അപ്പോൾ ഇത് ഞാൻ ഫിക്സ് ചെയ്ത സമയത്ത് നല്ലപോലെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. സ്മൂത്താണ്, പിന്നെ നല്ല കംഫർട്ടബിലിറ്റി ഉണ്ട്, ചെവിയിൽ നല്ലപോലെ നിൽക്കുന്നുണ്ട്. ഓൾസോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓഡിയോ എക്സ്പീരിയൻസ് ആണ്. 10mm ഡ്രൈവേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക്
IPX5 റേറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സൗകര്യവും ഈ ഒരു ബഡ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ സ്വെറ്റോ വാട്ടറൊക്കെ ആയി കഴിഞ്ഞാലും യു ഡോണ്ട് ഹാവ് ടു വറി. പിന്നെ ഒരു കാര്യം ഇതിൽ ഡ്യുവൽ പെയറിംഗ് അവൈലബിൾ അല്ല, നമുക്ക് ഒരേ സമയം സിംഗിൾ ഡിവൈസ് മാത്രമേ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ബഡ്സ് നിയറോയുടെ ടച്ച് കൺട്രോൾസ് നമുക്ക് വളരെ ക്വിക്ക് ആയിട്ടൊന്ന് പരിചയപ്പെടാം. ആസ് ഓൾവേസ് നോയ്സ് ഇപ്പം നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് എല്ലാ ബഡ്സിലും ടച്ച് കൺട്രോൾസ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെയും ആ ഒരു സ്മൂത്ത്നെസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളൊരു സോങ് പ്ലേ ചെയ്തുകൊണ്ട് ലൈവായിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഇതിലൊരു യൂട്യൂബ് മ്യൂസിക്കിലൊരു സോങ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോസിലാണുള്ളത്. അത് പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ബെഡിൽ നമ്മളൊന്ന് ഡബിൾ ടാപ്പ് കൊടുത്താൽ മതി. ഇപ്പോൾ ഡബിൾ ടാപ്പ് കൊടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കാണാം ട്രാക്ക് പ്ലേ ആകുന്നുണ്ട്. ഓഡിയോ ക്ലാരിറ്റി ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. മാക്സിമം സൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് വോള്യൂം ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ സിംഗിൾ ടാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വോള്യൂം ഇൻക്രീസ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് മാക്സിമം വോള്യത്തിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ടാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് വോള്യൂം റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ സിംഗിൾ ടാപ്പ് കൊടുക്കുന്നതോട് കൂടി ഇതാണ്ടില്ല, ഇങ്ങനെ വോള്യൂം ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ഡൗൺ ഇങ്ങനെ ഇറങ്ങുന്നത് കാണാം. വളരെ സ്മൂത്താണ് കേട്ടോ ടച്ച് കൺട്രോൾസ്. ഇനി നമ്മൾ റൈറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ സിംഗിൾ ടാപ്പ് കൊടുക്കുന്നതോടുകൂടി നമുക്ക് വോള്യൂം ഇങ്ങനെ അപ്പായിട്ട് വരുന്നതും കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു ട്രാക്ക് ഒന്ന് പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ബട്ടൺ തന്നെ നമുക്കൊരു 2 തവണ ടാപ്പ് ചെയ്താൽ മതി. 2 തവണ ടാപ്പ് ചെയ്യുന്നതോടുകൂടി രണ്ട് തവണ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ആകുന്ന ട്രാക്ക് പോസ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലോട്ടാണ് പോകേണ്ടതെങ്കിൽ 3 തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രാക്കിലോട്ട് പോകും. കണ്ടില്ലേ, ഇപ്പം നമുക്ക് നെക്സ്റ്റ് ട്രാക്ക് പ്ലേ ആകുന്നുണ്ട്. ഇനി നമുക്കിത് 4 തവണ ടാപ്പ് ചെയ്ത് നോക്കാം. 4 തവണ ഇത്തരത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് വേക്കപ്പ് ആയിട്ട് നമുക്കിതിൽ പിന്നെ കമാൻഡ്സ് കൊടുക്കാനായിട്ട് പറ്റും. അത്തരത്തിലാണ് ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ടച്ച് കൺട്രോൾസ് വളരെ സ്മൂത്താണ്, നമുക്ക് ഈസി ആയിട്ട് പിന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഇതിൻ്റെ പിന്നെ ഓഡിയോ പെർഫോമൻസും വളരെ ബെസ്റ്റാണ്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ബെഡാണ്. നല്ലപോലെ കണ്ടില്ലേ, പിന്നെ ചെവിയിലൊക്കെ നല്ലപോലെ ഫേമായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഓഡിയോ പെർഫോമൻസ് ഓവറോൾ ബെറ്ററാണ്. അതുപോലെ തന്നെ ടച്ച് കൺട്രോൾസും ബെറ്ററാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. നമുക്കത് ബഡ്സ് കേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കണക്ട് ആയിട്ട് കിട്ടും. സോ ഓവറോൾ ഐ ആം സാറ്റിസ്ഫൈഡ്. ബഡ്സ് നിയറോയുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം ഇത് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. പോകുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.